പാകിസ്ഥാന് IMFിൻ്റെ മുന്നറിയിപ്പ്. പാകിസ്ഥാനുള്ള ധനസഹായം ലഭ്യമാകുന്നതിന് 11 ഉപാധികൾ മുന്നോട്ട് വെച്ചു. സാമ്പത്തിക നയപരിഷ്കരണ രേഖ പ്രസിദ്ധീകരിക്കണം, നികുതി പരിഷ്കരണം നടപ്പിലാക്കണം തുടങ്ങിയ നിർദ്ദേശങ്ങളാണ് മുന്നോട്ട് വെച്ചത്. പാകിസ്ഥാൻ IMF ഫണ്ട് എപ്രകാരം വിനിയോഗിക്കുമെന്നതിൽ ഭാരതം പങ്കുവച്ച ആശങ്ക IMF ശരിവെച്ചു. അടുത്തിടെയാണ് പാകിസ്ഥാന് $1 ബില്യൺ ധനസഹായം IMF പ്രഖ്യാപിച്ചത്. വിവരങ്ങളുമായി ഐസൻ ജോസഫ് ചേരുന്നു. ഐസൻ, ദിവസങ്ങൾക്ക് മുൻപാണ് IMF വലിയൊരു തുക പാകിസ്ഥാന് ധനസഹായമായി നൽകിയത്. അതിന് തൊട്ടു പിന്നാലെ ഇന്ത്യയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട ഭീകരരുടെ കുടുംബങ്ങൾക്ക് ഏകദേശം 1 കോടി വീതം ധനസഹായം എന്ന വാർത്ത വന്നു. തകർന്ന ഭീകര കേന്ദ്രങ്ങൾ പുനഃസ്ഥാപിക്കാൻ കോടികൾ നൽകുമെന്ന വാർത്ത വന്നു. അപ്പോഴെല്ലാം ഇന്ത്യ പറഞ്ഞത് ഇത് IMF കൊടുക്കുന്ന ഫണ്ട് വകമാറ്റി ചെലവഴിക്കുന്നു എന്ന സംശയമാണ്. അതിപ്പോൾ ശരിവെക്കുന്നു IMF. തീർച്ചയായും കൃഷ്ണരാജ്, ഈ IMFിൻ്റെയും അതുപോലെ തന്നെ അന്താരാഷ്ട്ര എയ്ഡുകളെല്ലാം തന്നെ ദുരുപയോഗം ചെയ്യുന്നു പാകിസ്ഥാൻ എന്ന കടുത്ത ഒരു ആരോപണമാണ് ഭാരതത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടായത്. ആരോപണമല്ല, ഒരു വസ്തുത തന്നെയാണ് ഭാരതം മുന്നോട്ട് വയ്ക്കുകയും ചെയ്തത്. നിലവിലെ സാഹചര്യത്തിൽ ആ ആശങ്ക ഭാരതത്തിന് ഉയർത്തിയ IMF ഡയറക്ടർ ബോർഡിൽ ഭാരതം ഉയർത്തിയ ആശങ്ക കൃത്യമായി പരിഗണിക്കപ്പെട്ടിരിക്കുന്നു എന്ന് തന്നെയാണ് IMFിൻ്റെ പ്രതികരണങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇത്രയും വലിയ തുക ഭീകരപ്രവർത്തനത്തിന് സഹായം നൽകുന്നതിന് പ്രയോജനപ്പെടുത്തുന്നു എന്ന ഭാരതത്തിൻ്റെ ആരോപണം വളരെ കൃത്യമായി IMFിന് ബോധ്യപ്പെട്ടിരിക്കുന്നു എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് ഇത്തരത്തിൽ സംഘർഷം നിലനിൽക്കുന്ന, ഇത്തരത്തിൽ പ്രശ്നങ്ങൾ നിലനിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ ഭീകരപ്രവർത്തനങ്ങൾക്ക് അനുകൂല നിലപാട് സ്വീകരിക്കുന്ന ഒരു രാജ്യത്തിന് ധനസഹായം നൽകുന്നതിൽ ചില ആശങ്കകളുണ്ട് എന്ന് കൃത്യമായി IMF പറയുകയും ചെയ്യുന്നുണ്ട്. മാത്രമല്ല, മറ്റൊരു സുപ്രധാന ഘടകം നമുക്കറിയാവുന്നതാണ്. ഇത്തരത്തിലുള്ള ലഭ്യമാകുന്ന പണമെല്ലാം തന്നെ ഭീകരപ്രവർത്തന ആവശ്യങ്ങൾക്കായി ദുരുപയോഗം ചെയ്യുന്നതിന്, അതായത് ഒരു ഓഫ് ബഡ്ജറ്റ് സ്പെൻഡിങ് നടത്തുന്ന ഒരു രീതി ഉണ്ടായിരുന്നു. അതായത് ബജറ്റിൽ കാണിക്കാതെ അല്ലെങ്കിൽ ബജറ്റ് വിഹിതമായി കണക്കാക്കാതെ ഒരു ഓഫ് ബജറ്റ് സ്പെൻഡിംഗ് ആയി അതിനെ മാറ്റുന്ന ഒരു സാഹചര്യമുണ്ടായിരുന്നു. അത് തീർച്ചയായും ലോക ബജറ്റ് മാനദണ്ഡങ്ങളോ അല്ലെങ്കിൽ ലോക ധനകാര്യ മാനേജ്മെൻറ്റുകളോ ഒന്നും തന്നെ അംഗീകരിക്കുന്നതല്ല. ആ ഒരു രംഗത്താണ് കൃത്യമായൊരു പരിഷ്കരണം കൊണ്ടുവരണമെന്നൊരു ആവശ്യം 11 നിർദ്ദേശങ്ങളുടെ ഭാഗമായി, അതായത് ഇനിയും IMF ഫണ്ട് ലഭ്യമാകണമെങ്കിൽ അത് ലഭ്യമാകുന്നതിൻ്റെ ഗഡുക്കളായി ലഭ്യമാകുന്നത് ഉറപ്പാകണമെങ്കിൽ പാകിസ്ഥാൻ ചെയ്യേണ്ട കൃത്യമായ ചില കാര്യങ്ങളുണ്ട്. ആ കാര്യങ്ങളിൽ ഏറ്റവും സുപ്രധാനമായ ഘടകം $16.6 ട്രില്യൺ ബജറ്റ് അംഗീകാരം ലഭിക്കണം, അതായത് പാർലമെൻറ്റിൻ്റെ അംഗീകാരത്തിന് സമർപ്പിക്കണമെന്നൊരു ആവശ്യമാണ് മുന്നോട്ട് വെച്ചിരിക്കുന്നത്. തീർച്ചയായും നമുക്കറിയാവുന്നതാണ്, ജനാധിപത്യപരമായ പാർലമെൻറ്റ് സ്ക്രൂട്ടനി നടക്കുന്ന ഒരു ബജറ്റിൽ കാര്യമായ മാനിപ്പുലേഷനുകൾ നടത്തുക സാധ്യമല്ല എന്നൊരു യാഥാർത്ഥ്യം കൂടി നിലനിൽക്കുന്ന പശ്ചാത്തലത്തിലാണ് അത്തരമൊരു വീഴ്ച പാകിസ്ഥാൻ്റെ ഭാഗത്തു നിന്നുണ്ടാവുകയും ചെയ്തിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഈ ലഭ്യമാകുന്ന തുക എങ്ങനെ വിനിയോഗിക്കുന്നുവെന്ന് മെമ്പർമാർ, പാർലമെൻറ്റ് അംഗങ്ങൾ കൃത്യമായി ചോദ്യം ചെയ്യുന്ന ഒരു സാഹചര്യത്തിലേക്ക്, ഒരു ഓഡിറ്റബിൾ ബജറ്ററി സ്പെൻഡിങ്ങിലേക്ക് കൊണ്ടുവരണമെന്നൊരു നിലപാട് കൃത്യമായി അറിയിച്ചിരിക്കുന്നു. അതുപോലെ തന്നെ നികുതി പരിഷ്കരണം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, പലതരത്തിലുള്ള നികുതിയുടെ ഇടപാടുകൾ സംബന്ധിച്ചുള്ള പരിഷ്കരണങ്ങൾ നടത്തണം. അത് അഗ്രികൾച്ചറൽ ഇൻകം ടാക്സിൻ്റെയും അനുബന്ധ ടാക്സുകളുടെയും എല്ലാം തന്നെ പരിഷ്കരണം പാകിസ്ഥാൻ്റെ എല്ലാ പ്രവിശ്യകളിലും കൃത്യമായി നടപ്പാക്കണം. അത്തരത്തിൽ നിരവധിയായ മാനദണ്ഡങ്ങൾ കൃത്യമായി മുന്നോട്ട് വയ്ക്കുകയും അതുപോലെ തന്നെ വികസനത്തിനായി കൃത്യമായൊരു സ്പെൻഡിങ് ഉറപ്പാക്കണം. അതായത് വികസനത്തിലൂടെ ഭീകരതയിലേക്ക് ചെറുപ്പക്കാരെ റിക്രൂട്ട് ചെയ്യുന്നതിനെ തടയാൻ സാധിക്കുമെന്ന് ലോകം അംഗീകരിച്ച ഒരു നടപടിക്രമമാണ്, അല്ലെങ്കിൽ ഒരു ശൈലിയാണ്. അതുകൊണ്ട് തന്നെ വികസനം കൃത്യമായി ഭാരതത്തിലൊക്കെ തന്നെയുള്ള പല ചിത്രശക്തികളെയും മാനേജ് ചെയ്യുന്നതിൽ ഈ ഭാരതത്തിൻ്റെ തന്നെ അകത്തുള്ള ആസാമിലും അതുപോലുള്ള സംസ്ഥാനങ്ങളിലെല്ലാം തന്നെയുള്ള ഭീകരപ്രവർത്തനത്തെ അമർച്ച ചെയ്യുന്നതിനെ അടിയന്തരമായി നടപ്പാക്കിയ നടപടി, ആ പ്രദേശങ്ങളിലെല്ലാം തന്നെ ഇത്തരത്തിലുള്ള വികസന പ്രവർത്തനങ്ങൾ നടത്തി അവിടെ ജോലി ഉണ്ടാക്കുക, ചെറുപ്പക്കാർക്ക് ജോലിയും അതുപോലുള്ള വികസനങ്ങളും ഉറപ്പാക്കുന്നത് വഴി ഭീകരപ്രവർത്തനത്തിലേക്ക് ആകൃഷ്ടരാകുന്നത് തടയാൻ സാധിക്കുമെന്ന ഒരു തത്വത്തിൻ്റെ അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കണമെന്നത് ലോകരാഷ്ട്രങ്ങൾ അംഗീകരിച്ചൊരു നയമാണ്. ആ നയത്തിൻ്റെ ഭാഗമായി കൃത്യമായ ഒരു വികസന സ്പെൻഡിങ് ഉണ്ടാകണം എന്ന് വളരെ കൃത്യമായി IMF പറയുന്നുണ്ട്. വികസനോന്മുഖമായ ചില ധനവിനിയോഗങ്ങൾ ഉണ്ടാകേണ്ടതുണ്ട് എന്ന് കൃത്യമായ നിർദ്ദേശം നൽകിയിരിക്കുന്നു. അതുപോലെ നികുതി പരിഷ്കരണം വേണം. 2027 കൃത്യമായ നികുതി പരിഷ്കരണങ്ങളും സംവിധാനങ്ങളും ഒരുക്കുകയും വേണമെന്നൊരാവശ്യവും കൂടി IMF മുന്നോട്ട് വെച്ചിട്ടുണ്ട്. തീർച്ചയായും ഭാരതം മുന്നോട്ട് വെച്ച ആശങ്ക, ഭീകരപ്രവർത്തനത്തിന് ഇത്തരം തുകകൾ വിനിയോഗിക്കാനുള്ള, അതായത് ലോക ഫണ്ടിങ് ലഭ്യമാകുന്ന തുകകളെല്ലാം തന്നെ വിനിയോഗിക്കുന്നതിനുള്ള വലിയ തോതിലുള്ള ഫണ്ട് IMFിൽ നിന്ന് തന്നെ പാകിസ്ഥാൻ നേടിയിട്ടുണ്ട്. ആ ഫണ്ടെല്ലാം തന്നെ കൃത്യമായി ചെലവഴിക്കുന്നു എന്ന് ഉറപ്പാക്കാനും അത് ബജറ്ററി ചെലവാക്കി മാറ്റുന്നതിനും സൈന്യത്തിൻ്റെയും
അതുപോലെ തന്നെ നിഗൂഢമായ ചെലവുകളുടെ സ്വഭാവത്തിലേക്ക് അത് മാറ്റിയെടുക്കാതിരിക്കാനുമുള്ള ഉത്തരവാദിത്വപൂർണ്ണമായ ഇടപെടൽ വേണമെന്ന് തന്നെയാണ് ഈ 11 നിർദ്ദേശങ്ങളിൽ ഏറ്റവും സുപ്രധാനമായ ഒരു ഘടകം. അതുപോലെ തന്നെ പല രീതിയിലുള്ള ധനകാര്യ സംവിധാനങ്ങൾ ഉറപ്പാക്കുന്നതിന് സ്പെഷ്യൽ സോണുകൾ, അതായത് സാമ്പത്തിക മേഖലകൾ ഭാരതത്തിലൊക്കെ ഉള്ളതുപോലെ ടെക്നോ പാർക്കൊക്കെ പ്രത്യേക സാമ്പത്തിക മേഖലയായി കണക്കാക്കുന്നത് പോലെ പ്രത്യേക സാമ്പത്തിക മേഖലകൾ കേന്ദ്രീകരിച്ചുള്ള വികസനങ്ങൾ വേണ്ടതുണ്ട്. അതുപോലെ തന്നെ അത്തരത്തിലുള്ള പ്രാദേശികമായ വികസനം ഉറപ്പാക്കുന്നതിനുള്ള നടപടികൾ വേണം. നമുക്കറിയാവുന്നതാണ് ഈ ഭീകരതയിലേക്ക് നീങ്ങുന്ന പല പ്രശ്നങ്ങളും അതുപോലെ തന്നെ സിന്ധ് മേഖലയും അതുപോലെ തന്നെ പഞ്ചാബ് മേഖലയിലും കാര്യമായ ഇടപെടൽ സർക്കാർ നടത്തുകയും എന്നാൽ ഭരൂജ് മേഖലകളിലെല്ലാം തന്നെ അത്തരത്തിലുള്ള ഇടപെടൽ നടത്താതിരിക്കുകയും ചെയ്യുന്നു. അത്തരത്തിലൊരു ഇംപാർഷ്യൽ നിലപാട് സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് കാലങ്ങളായി ഉണ്ടാകുന്നു എന്ന പരാതികളെല്ലാം തന്നെയുണ്ട്. സ്വത്തിൻ്റെ വിനിമയം, സ്വത്തിൻ്റെ വിതരണം കൃത്യമായി ആ രാജ്യത്ത് നടക്കുന്നില്ല എന്ന ഒരു ആരോപണം കൃത്യമായി ഉണ്ടായിരുന്നു. ആ ആരോപണത്തെ ഉൾപ്പെടെ അഭിസംബോധന ചെയ്തുകൊണ്ട് വേണം വികസന മാനദണ്ഡങ്ങൾ ക്രമീകരിക്കാനെന്ന് വളരെ കൃത്യമായി പറയുന്നുണ്ട്. ഏറ്റവും സുപ്രധാനമായ ഘടകം 17.6 ട്രില്യണിൻ്റെ ബജറ്റ്, ആ ബജറ്റ് അംഗീകരിക്കണം, പാർലമെൻറ്റ് അംഗീകരിക്കണം. ബജറ്ററി എക്സ്പെൻഡിച്ചർ ആയിരിക്കണം കൂടുതലും നടത്തേണ്ടത്. വികസനത്തിന് ഊന്നൽ നൽകുന്ന ചെലവുകൾ നടത്തേണ്ടതുണ്ട്. അതുവഴി 2 ഇനത്തിൽ, അതായത് ഭീകരതയ്ക്ക് പ്രോത്സാഹനം നൽകുന്നതിന് ധനം വിനിയോഗം ചെയ്യുന്നത് തടയാൻ സാധിക്കുകയും അത്തരത്തിൽ ഭീകരതയിലേക്ക് ചെറുപ്പക്കാർ ആകൃഷ്ടരാകുന്നത് തടയാൻ സാധിക്കുകയും ചെയ്യും. അത്തരത്തിലുള്ള കൃത്യമായ ചില മാനദണ്ഡങ്ങളാണ് ഇപ്പോൾ IMF മുന്നോട്ട് വച്ചിരിക്കുന്നത്. ഐസൻ, ഈ അല്ലെങ്കിൽ തന്നെ വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലാണല്ലോ പാകിസ്ഥാൻ. അവരുടെ കാർഷിക പ്രശ്നങ്ങൾ പുതിയതാണ്. കാരണം നമ്മുടെ നയതന്ത്ര നീക്കത്തിലൂടെ നമ്മൾ സിന്ധു നദീജലം ആ കരാർ മരവിപ്പിക്കുന്നു, അതവർക്ക് തിരിച്ചടിയാകുമെന്ന വിലയിരുത്തലുകൾ വരുന്നു. അങ്ങനെ അല്ലെങ്കിൽ തന്നെ സാമ്പത്തിക പ്രതിസന്ധിയിലായ പാകിസ്ഥാന് IMF മുന്നോട്ട് വയ്ക്കുന്ന നിർദ്ദേശങ്ങൾ എത്രമാത്രം വലിയ പ്രതിസന്ധിയിലേക്കാണ് കൊണ്ടുപോകുന്നത്? തീർച്ചയായും പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ സൈനിക ചെലവുകളാണ് ഏറ്റവും വലിയ ചെലവ്. സൈനിക ചെലവുകൾ മാത്രമാണ്. നമുക്കറിയാവുന്നതാണ്, പലപ്പോഴും ജനം TV യിൽ തന്നെ വന്നിരുന്ന പല ഗസ്റ്റുകളും വളരെ കൃത്യമായി സൂചിപ്പിച്ചൊരു കാര്യം കൂടിയാണ്. ഒരു രാജ്യത്തിൻ്റെ സൈന്യമായല്ല, സൈന്യത്തിൻ്റെ രാജ്യമായി മാറിയിരിക്കുന്നൊരവസ്ഥയാണ് പാകിസ്ഥാനുള്ളത്. അതായത് സൈന്യത്തിന് കൈവശം ഒരു രാജ്യമുണ്ട് എന്ന് പറയുന്നൊരു രീതിയാണ് പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാകുന്നത്. പാകിസ്ഥാൻ്റെ സൈന്യം അത്തരത്തിൽ വലിയ തോതിൽ തടിച്ചു കൊഴുക്കുന്നൊരു രീതി, അവരുടെ ആർഭാടകരമായ ജീവിതം നയിക്കുന്നു, ഇത്തരത്തിലുള്ള ആക്രമണങ്ങളെല്ലാം നടത്തുന്നു. സ്വാഭാവികമായും ഭീകരതയെ പിന്തുണയ്ക്കാനുള്ളൊരു നീക്കങ്ങൾ നടത്തുന്നു. ഈ അടുത്ത ദിവസം നടത്തിയ പ്രഭാഷണം, ഇന്നലെ വാർത്തകളിൽ ശക്തമായി പുറത്തു വരികയും ചെയ്ത ഷെഹബാസ് ഷെരീഫിൻ്റെ ചില വാക്കുകളുണ്ട്. അദ്ദേഹം പറഞ്ഞത് ഈ പാകിസ്ഥാൻ ഭീകരരെ സംരക്ഷിക്കുന്നതാണ് ലോകം മുഴുവൻ ഭീകരത വ്യാപിക്കാതിരിക്കാനൊരു കാരണം എന്നൊക്കെ കൃത്യമായി അദ്ദേഹം പറയുന്നുണ്ടായിരുന്നു. അത്തരത്തിൽ ഭീകരരെ കൊണ്ടു നടക്കുന്ന ഒരു രീതി സൈന്യത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ട്. സ്വാഭാവികമായും സൈന്യത്തിന് വൻതോതിൽ ഇത്തരത്തിലുള്ള ഇടപാടുകൾക്ക് പണം വിനിയോഗിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടാവുകയും ആ തുക മുഴുവൻ സർക്കാരിൻ്റെ ഫണ്ടുകൾ മുഴുവൻ അത്തരം പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിക്കുകയും ചെയ്യുകയാണ്. ആ ഒരു പശ്ചാത്തലത്തിൽ നിന്നാണ് ഈ IMFൻ്റെ ഫണ്ട് ഇപ്പോൾ ലഭ്യമായിരിക്കുന്നത്. ആ ലഭ്യമായിരിക്കുന്ന ഫണ്ട് ഇത്തരത്തിൽ, അതായത് സൈന്യത്തിനും സൈന്യം നടത്തുന്ന ഭീകരപ്രവർത്തന അനുകൂല നിലപാടുകൾക്കും പ്രയോജനപ്പെടുത്താതെ രാജ്യത്തിൻ്റെ വികസനത്തിനും സാമ്പത്തിക പുരോഗതിക്കുമായി വിനിയോഗിക്കണം. ബജറ്ററി കൺട്രോൾ ഉണ്ടായിരിക്കണം ഓരോ തുക വിനിമയം ചെയ്യുന്നതിനുമെന്ന് കൃത്യമായ നിലപാട് ഒരു മാനദണ്ഡമായി തന്നെ അംഗീകരിക്കണം എന്ന രീതിയിൽ 11ഓളം നിർദ്ദേശങ്ങൾ ഇപ്പോൾ IMF മുന്നോട്ട് വെച്ചിരിക്കുകയാണ്. തീർച്ചയായും പാകിസ്ഥാന് നൽകിയ നാശനഷ്ടങ്ങൾ വേറെയാണ്. അങ്ങനെ അപ്പാടെ വലിയൊരു പ്രതിസന്ധിയിലേക്ക് പോകുന്നു എന്ന് സൂചിപ്പിക്കുന്നുണ്ട് പാകിസ്ഥാന് IMF നൽകുന്ന മുന്നറിയിപ്പ്. ധനസഹായം ലഭ്യമാക്കണമെങ്കിൽ 11 ഉപാധികളാണ് മുന്നോട്ട് വയ്ക്കുന്നത്. വിവരങ്ങൾ നൽകുകയായിരുന്നു ഐസൻ ജോസ്.